പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഇതിന് ഈ വീഡിയോയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സംസാരത്തിനായാലും സൗണ്ടിനായാലും ഒക്കെ. അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെറുതിലെ പഠിച്ചു വന്നത് നീതിക്ക് ഒപ്പം നിൽക്കുക, അനീതിക്കെതിരെ പോരാടുക എന്നൊരു തത്വത്തിലാണ് ഞാനൊക്കെ വളർന്നു വന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വലിയ നേതാവിൻ്റെ മോനോ അങ്ങനെ ഒരു ഇതിലെല്ലാം പറഞ്ഞ് ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും അനീതി ശ്രദ്ധയപ്പെട്ടു പോരാടാനുള്ള നിവൃത്തിയില്ല. ഇപ്പം ഞാൻ വിദേശത്തായതിനാൽ പോരാടുക എന്നുള്ള സംഭവം നടക്കില്ല. എന്തായാലും അതിനെതിരെ രണ്ട് വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കവും വരില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു എന്നതിന് ഒരർത്ഥമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉദാഹരണത്തോടുകൂടി പറയാം. ഒരു 6-7 മാസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2-3 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യം വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാമത്തെ ദിവസം അവിടെ DYFIയുടെ പൊതുച്ചോറ് കൊടുപ്പ് ഞാൻ കാണുന്നുണ്ട്. ഓരോ ലോക്കൽ കമ്മിറ്റിയാണ് ഓരോ ദിവസം. അപ്പോൾ 3-ാമത്തെ ദിവസം സത്യം പറഞ്ഞ ഏത് ലോക്കൽ കമ്മിറ്റിയാണ് അവിടെ വിതരണം ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു മാമി, ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മാമി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, മോനെ ഒരു 2 പൊതി ചോറ് വാങ്ങിത്തരും, എനിക്ക് കാലിന് സുഖമില്ല, ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പെട്ടെന്ന് ലോക്കൽ മൈൻഡ് ഉണർന്നു. പിന്നെന്താ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ചെന്ന് ബാക്കിൽ 3-4 പയ്യന്മാർ 5-6 പയ്യന്മാർ നിൽപ്പുണ്ട്, അവിടെ നിന്ന് രഹസ്യമായിട്ട് പറയുക, 2-3 വാങ്ങിക്കോ, ചേച്ചി വാങ്ങിക്കൊണ്ട് കൊടുക്കുക, പോവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ ബാക്കിൽ കൂടെ കറങ്ങി ഒരു പയ്യൻ, എന്നെക്കാളും പ്രായം കുറഞ്ഞൊരു പയ്യൻ, ഞാൻ പോയി സഹോദര ഒരു 2 ഊണ് വേണം, ഒരു മാമിക്കാണ്, അവർക്ക് കാല് സുഖമില്ല. അപ്പോൾ പുള്ളി എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ചോദിക്കുകയാണ്, അണ്ണാ മാമിക്കല്ലേ സുഖമില്ലാതെ ഉള്ളൂ, അണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവരല്ലേ, നമ്മൾ തന്നെ ഇങ്ങനെ ഇടയിൽ കൂടെ വാങ്ങുന്നത് ശരിയാണോ? അണ്ണൻ തന്നെ ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് എന്ത് മറുപടി പറയാം? ചമ്മി, സത്യത്തിൽ ചമ്മി. ഞാൻ എന്ത് ചെയ്ത് പതുക്കെ ബാക്കിൽ കൂടെ വന്ന് ലൈനിൽ നിന്ന് എന്തായാലും മാമീനെ ഒന്ന് തുണ്ട് വാങ്ങിച്ചല്ലോ, അവർക്ക് ചോറ് വാങ്ങിച്ച് കൊടുക്കേണ്ട കടമ എനിക്കാണല്ലോ. അപ്പം ബാക്കിൽ വന്ന് ക്യൂ നിന്ന് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എനിക്ക് ഊണ് കിട്ടി. ഞാൻ മാമിക്ക് കൊണ്ട് കൊടുത്തു. മാമി നന്ദിയൊക്കെ പറഞ്ഞ് സന്തോഷപൂർവ്വം കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സുതാര്യതയെക്കുറിച്ചാണ്. അതായത് ഞാൻ പാർട്ടി മെമ്പറാണെന്ന് കള്ളം പറഞ്ഞു, ഞാൻ പാർട്ടി അനുഭവമാണ്, പക്ഷേ മെമ്പറല്ല എങ്കിൽ ഞാൻ കള്ളം പറഞ്ഞ് വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ കള്ളം പറഞ്ഞിട്ട് ഫലിച്ചില്ല. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ പാർട്ടി അനുഭവം അല്ലെങ്കിൽ പാർട്ടി മെമ്പർ അല്ലെങ്കിൽ DYFIക്കാരനാണെങ്കിൽ നമ്മളെ സമത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് നമ്മൾ വാങ്ങുന്നതോ നമ്മൾ ഇടയ്ക്കറി വാങ്ങുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ വന്നാൽ പോലും ഞാൻ ലൈനിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുള്ളൂ. ഇടയ്ക്ക് കയറുന്ന വാങ്ങിക്കുന്നത് ബാക്കിയുള്ളവരോട് കാണിക്കുന്ന പിന്നെ അപമര്യാദയുടെ ഭാഗമാണ്. അത് മര്യാദയല്ല എന്ന് അവൻ എനിക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അത്രയും സുതാര്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ആരോഗ്യവകുപ്പിൽ എന്തെല്ലാം വിഷയങ്ങൾ നേരിടുന്നുണ്ട്. മരുന്നില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥ, ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. അത്യാവശ്യം അടിയന്തര സാഹചര്യം ഉള്ള പ്രശ്നങ്ങളാണ്. അതിനൊന്നും ശ്രദ്ധിക്കാതെ വർഷങ്ങളായി DYFI വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സ്വന്തം വീട്ടിൽ ചെയ്യണതിനേക്കാളും ആർജവത്തോടു കൂടി ഒരു ദിവസത്തെ ചിലപ്പോൾ ജോലി വരെ കളഞ്ഞ് തലേദിവസം ജോലിക്ക് പോയ പൈസ എല്ലാവരും കൂടെ കുറേശ്ശെ ഇട്ട് പുറത്തുനിന്നുള്ള വണ്ടിയൊക്കെ വിളിച്ച് വളരെ കഷ്ടപ്പെട്ട് കൊണ്ട് ആശുപത്രിയിൽ അന്നമായി വിളമ്പുന്നത്. അതായത് സാഹചര്യം ഉള്ളവരും ഇല്ലാത്തവരും വാങ്ങി കഴിക്കുമായിരിക്കും, അതൊക്കെ പിന്നീടുള്ള കാര്യം. എന്നാലും ഒരുപാട് പേർക്ക് ഒരു ആശ്രയമാണത്. നമുക്ക് ഒരാളിന് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം വാങ്ങി കൊടുക്കാൻ കഴിയില്ല, നമ്മളെ നിവൃത്തികളായിരിക്കും. പക്ഷേ മുടക്കരുത്. അത് മുടക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അവരുടെ അർഹതയായിട്ടാണ് അവരിപ്പോൾ അത് കണക്കാക്കുന്നത്. DYFIയുടെ പൊതുച്ചോറ് അവരെ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ കണക്കാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വീകാര്യത എത്രമാത്രം ഒന്ന് താങ്കളൊന്ന് ആലോചിക്കണം. അവിടെ രാഷ്ട്രീയക്കാരനെന്നോ ഇന്ന മതക്കാരനെന്നോ രാഷ്ട്രീയമോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെയാണ് ലൈനിൽ വരുന്നു, വാങ്ങുന്നു, പോകുന്നു. അതിനെന്ത് രാഷ്ട്രീയം, എന്ത് മതം, എന്ത് വർണ്ണം, എന്ത് വർഗം? ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാരും അമ്മമാരും ഒക്കെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വളരെ ഭംഗിയായി പൊതിച്ചോറുണ്ടാക്കി
അതിനെ DYFIയുടെ പ്രവർത്തകർ വന്ന് കളക്ട് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനെതിരെ താങ്കൾ പ്രസ്താവന നടത്തിയിട്ട് ലജ്ജ തോന്നുന്നു. താങ്കൾ എത്രയും വേഗം ആ പ്രസ്താവന പിൻവലിച്ച് DYFIക്കെതിരെ നടത്തിയ പ്രസ്താവന, പാർട്ടി കൊടിയും പാർട്ടി ബാനറും ഒരു ലേബലും ഇല്ലാതെ ആരും ഒന്നും ചെയ്യില്ല. ഇതിനേക്കാളും വലിയൊരു പുണ്യപ്രവൃത്തി കേരളത്തിൽ ആരിങ്ങനെ ദിവസം ചെയ്യുന്നു? ഏത് സംഘടന ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ഇത്രയും കൃത്യനിഷ്ഠയും ഉത്തരവാദിത്ത ബോധത്തോടും കൂടി ഒരു 12:30 മണിക്കൊക്കെ കൊണ്ട് ഊണ് കറക്റ്റ് എന്തുമാത്രം ഉത്തരവാദിത്വം അതിനകത്ത് എഫർട്ട് എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പല പ്രാവശ്യം ആലോചിച്ച് പഠിച്ചിട്ടുണ്ട്. അത് ആയിരക്കണക്കിന് പേരുടെ ഒരു നേരത്തെ ആഹാരം വളരെ സന്തോഷത്തോടുകൂടി അവർ സ്വീകരിക്കുന്നു, കഴിക്കുന്നു. ആശുപത്രിയിലെ ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു തടസ്സവും നേരിട്ടിട്ടില്ല ഇതുവരേക്കും. വന്ന പൊതുജനങ്ങൾക്കോ ആശുപത്രി സംവിധാനങ്ങൾക്കോ ഒരു തടസ്സവും നേരിട്ടിട്ടില്ല. അരമണിക്കൂർ, 3/4 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിയുന്നു. പരാതി ജനങ്ങൾക്കുള്ളത് അവർക്ക് ആഹാരം കിട്ടുന്നില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. അല്ലാതെ DYFI കൊണ്ടുവന്ന ഒരു പൊതിച്ചോറ് പോലും തിരിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അത് മനസ്സിലാക്കി ആ പ്രസ്താവന പിൻവലിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.